നമ്മള് അധ്യായം 7 അധ്യായത്തില് ഒരു മുഖം മുതലുള്ള രുദ്രാക്ഷത്തിന്റെ വർണ്ണന ഇന്നലത്തെ ബാക്കി നമുക്ക് നോക്കാം. ഇപ്രകാരം രുദ്രാക്ഷ മഹാരണത്തിനെ പറ്റി മഹാദേവൻ പറഞ്ഞത് കേട്ട് ഷൺമുഖൻ വളരെയധികം സന്തോഷവാനായി എന്ന് പറയണു. ഇത്ര സന്തോഷം ഉണ്ടാവാനില്ല ഇനി ഞാൻ സദാചാരത്തെ പറ്റി പറഞ്ഞു തരാം. അത്യധികം മഹിമയുള്ള രുദ്രാക്ഷത്തിന്റെ മഹാത്മ്യം ഞാൻ പറഞ്ഞുവല്ലോ. പിന്നെ അതിന്റെ ലക്ഷണവും മന്ത്രന്യാസവും പറയാം. രുദ്രാക്ഷം കണ്ടാൽ തന്നെ പുണ്യമാണ്. സ്പർശിച്ചാൽ കോടി പുണ്യം കിട്ടും. രുദ്രാക്ഷമാല കൊണ്ട് ജപിച്ചാൽ വിവരിക്കാനാവാത്ത പുണ്യം ആർജിക്കാൻ സാധിക്കും. നെല്ലിക്ക വലിപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ഉത്തമം. ലന്തപ്പഴത്തോളം വലിപ്പമുള്ളത് മധ്യമം. പയറിന്റെ വലിപ്പത്തിലുള്ളത് അധമമാണെന്ന് പറയുന്നു. ശിവന്റെ ആജ്ഞ അനുസരിച്ചിട്ട് രുദ്രാക്ഷ വൃക്ഷങ്ങൾ 4 ജാതിയിലുണ്ടായി. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. വെളുത്ത രുദ്രാക്ഷം ബ്രാഹ്മണൻ, ചുവന്നത് ക്ഷത്രിയൻ, മഞ്ഞ നിറത്തിലുള്ളത് വൈശ്യൻ. ഇങ്ങനെയൊക്കെ കളർ വ്യത്യാസം ഉണ്ടാകും ഈ രുദ്രാക്ഷത്തിന്. ഞാനൊരു കറുപ്പ് പോലത്തത് കണ്ടിട്ടുണ്ടായിട്ടു. കറുത്ത നിറത്തിലുള്ളത് ശൂദ്രന്മാരുമാണ്. ഈ കണക്ക് പ്രകാരം തന്നെയാണ് രുദ്രാക്ഷം ധരിക്കേണ്ടത്. സമവും സ്നിഗ്ധവും ദൃഢവും മുള്ളും ഉള്ളതാണ് നല്ല രുദ്രാക്ഷം. ഒഴുക്കുത്തുള്ളതും മുറിഞ്ഞതും മുള്ളില്ലാത്തതുമായ രുദ്രാക്ഷം ധരിക്കരുത്. പട്ടുനൂലിൽ കോർത്താണ് രുദ്രാക്ഷം ധരിക്കേണ്ടത്. ഉരകല്ലിൽ ഉരക്കുമ്പോൾ സ്വർണ്ണരേഖ ഉണ്ടാകുന്നുവെങ്കിൽ ആ രുദ്രാക്ഷം ഉത്തമമാണ്. രുദ്രാക്ഷം 1 ശിഖയിലും 30 ശിരസിലും 36 കഴുത്തിലും കൈകളിൽ 16 12 മണിക്കെട്ടിലും 50 വക്ഷത്തിലും ധരിക്കാം. 108 രുദ്രാക്ഷം മാലയായി മാറിലിടാം. രുദ്രാക്ഷം എപ്പോഴും ധരിക്കണം. 300 ധരിക്കുന്നത് അധമമാണെന്നാണ് പറയുന്നത് കേട്ടോ. 1000 രുദ്രാക്ഷം ധരിക്കുന്നത് ഉത്തമവുമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ശിരസിൽ ധരിക്കുന്ന സമയത്ത് ഈശാന മന്ത്രവും, കാതൽ ധരിക്കുമ്പോൾ തത്പുരുഷ മന്ത്രവും, ലലാടത്തിൽ അഘോര മന്ത്രവും, കയ്യിന്മേലാണെങ്കിൽ കയ്യിൽ കെട്ടുന്ന സമയത്ത് അഘോര ബീജ മന്ത്രവും ജപിക്കണം. വാമദേവം എന്ന മന്ത്രം ജപിച്ച് 50 ഉദരത്തിലും പഞ്ചബ്രഹ്മം എന്ന മന്ത്രത്താൽ മറ്റിടങ്ങളിൽ ധരിക്കണം. ഹൃദയത്തിൽ ധരിക്കുമ്പോൾ സദ്യോജാത എന്ന മന്ത്രമാണ് ജപിക്കേണ്ടത്. മൂലമന്ത്രം കൊണ്ട് ജപിച്ച് കോർത്ത മാല വേണം ധരിക്കാൻ. ഒരു മുഖമുള്ള രുദ്രാക്ഷം പരബ്രഹ്മ സ്വരൂപമാണ്. അത് കയ്യിലണിഞ്ഞാൽ തത്വജ്ഞാനം ഉണ്ടാകും. 2 മുഖമുള്ള രുദ്രാക്ഷത്തെ ഗൗരി ശങ്കരം എന്ന് പറയും. ഇത് ധരിച്ചാൽ അർദ്ധനാരീശ്വരൻ പ്രസാദിക്കും. 3 മുഖമുള്ള രുദ്രാക്ഷം അഗ്നിത്രയ സ്വരൂപമാണ്. 4 മുഖമുള്ള രുദ്രാക്ഷം ബ്രഹ്മസ്വരൂപമാണ്. ഇത് ദേഹത്തിൽ ധരിച്ചാൽ ശ്രീയും, ഇത് 4 മുഖമുള്ള രുദ്രാക്ഷം ധരിച്ചാൽ ശ്രീ ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, സ്നാനം ഉണ്ടാവും, ശുദ്ധി ഉണ്ടാകും. ഇനി 5 മുഖമുള്ള രുദ്രാക്ഷമാണ് ധരിക്കുന്നതെങ്കിൽ അത് പഞ്ചബ്രഹ്മ സ്വരൂപമാണ്. ഇത് ധരിച്ചാൽ മഹേശ്വരൻ പ്രസാദിക്കും. 6 മുഖമുള്ള രുദ്രാക്ഷം കാർത്തികേയൻ അതിദേവതയായിട്ടുള്ളതാണ്. അതങ്ങനെയാണല്ലോ പറയുന്നത്. അറുമുഖൻ്റെതല്ലേ ആറുമുഖം. ഇതിന്റെ ദേവൻ വിഘ്നേശ്വരനാണെന്ന് ചില പക്ഷക്കാർ പറയുന്നു. 7 മുഖമുള്ള രുദ്രാക്ഷത്തിന്റെ അതിദേവതമാർ സപ്തമാതൃക്കളാണ്. അതിന്റെ അതിദേവത സൂര്യനാണെന്നും സപ്തഋഷികളാണെന്നും 2 പക്ഷമുണ്ട്. ഈ രുദ്രാക്ഷം അണിഞ്ഞാൽ ജ്ഞാനവും സർവൈശ്വര്യങ്ങളും ലഭിക്കും. 8 മുഖമുള്ള രുദ്രാക്ഷം ധരിച്ചാൽ അഷ്ടവസുക്കൾക്കും ഗംഗയ്ക്കും പ്രീതി ഉണ്ടാവുമെന്ന് പറയുന്നു. ഇതിന്റെ അധിഷ്ഠാന ദേവത അഷ്ടമാതാക്കളാണ്. നേരത്തെ സപ്തമാതാക്കളായിരുന്നു, ഇപ്പൊ അഷ്ടമാതാക്കളാണ്. 9 മുഖമുള്ള രുദ്രാക്ഷത്തിന്റെ അതിദേവത യമനാണെന്ന് പറയുന്നു. ഇത് ധരിച്ചാൽ യമഭീതി ഉണ്ടാവുകയില്ല. മരിക്കൂല എന്നല്ല അർത്ഥം. മരണഭീതി എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. 10 മുഖമുള്ള രുദ്രാക്ഷത്തിന്റെ അതിദേവത 10 ദിക്കുകളാണെന്ന് പറയുന്നുണ്ട്. ഇതെന്നും ധരിക്കുകയാണെങ്കിൽ 10 ദിക്കും പ്രസാദിക്കും. 11 മുഖമുള്ള രുദ്രാക്ഷത്തിന്റെ അതിദേവത ഏകാദശ രുദ്രന്മാരാണ്. ഇന്ദ്രനാണെന്ന് വേറൊരു പക്ഷം ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഉണ്ടാവില്ല 2 പക്ഷം. ഇത് ധരിച്ചാൽ എപ്പോഴും സൗഖ്യമുണ്ടാവും, വിഷമുണ്ടാവുകയില്ല. 12 മുഖമുള്ള രുദ്രാക്ഷം മഹാവിഷ്ണു സ്വരൂപമാണ്. ദ്വാദശാദിത്യ സ്വരൂപമാണെന്നും അഭിപ്രായമുണ്ട്. 13 മുഖമുള്ള രുദ്രാക്ഷം ധരിച്ചാൽ കാമദേവൻ പ്രസാദിക്കും. ഈ രുദ്രാക്ഷം ധരിച്ചാൽ സകല സുഖങ്ങളും ലഭിക്കും. 14 മുഖമുള്ള രുദ്രാക്ഷം ധരിച്ചാലോ
ആ രുദ്രാക്ഷമാണെങ്കിൽ രുദ്ര നേത്രത്തിൽ നിന്നുണ്ടായതാണ്. അത് സർവ്വവ്യാധികളെയും നശിപ്പിച്ച് പരിപൂർണ ആരോഗ്യം നേടിത്തരും എന്ന് പറയുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. രുദ്രാക്ഷം ധരിക്കുന്നയാള് മദ്യവും മാംസവും ഭുജിക്കരുത്. ചുവന്നുള്ളി, വെളുത്തുള്ളി, മുരിങ്ങക്കായ, പന്നി മാംസം എന്നിവ വർജിക്കണം. ഗ്രഹണം, വിഷു, സംക്രമം, പിന്നെ 2 വാവിനും 2 അയനങ്ങളിലും രുദ്രാക്ഷം ധരിച്ചാൽ സർവ്വ പാപങ്ങളും നശിച്ചു പോകും. ഇത്രയും പറഞ്ഞ് ഈ രുദ്രാക്ഷധാരണ മഹാത്മ്യമെന്ന 7-ാം അധ്യായം ദേവീ പാദങ്ങൾ സമർപ്പിച്ചു. ഇനിയിപ്പോ ഭൂതശുദ്ധിയാണ്. ഈ നാരദർക്ക് എന്തൊക്കെ കേൾക്കണല്ലേ. നാരദര് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയുള്ളത്. നാരദ, ഇനി ഞാൻ ഭൂതശുദ്ധി വരുത്തുന്നതിനെ പറ്റി പറഞ്ഞുതരാട്ടോ. ആര് പറഞ്ഞു? നാരായണ മഹർഷി. മൂലാധാരത്തെ തൊട്ടുണർത്തി പരദേവതയെ കുണ്ടലിനിയെ സുഷുമ്നാനാഡിയിൽ കൂടെ ബ്രഹ്മരന്ധ്രം പ്രാപിച്ചതായി സങ്കല്പിക്കണം. ഹംസമന്ത്രത്താൽ സാധകൻ ബ്രഹ്മത്തെ ജീവനോടുകൂടി ഐക്യം പ്രാപിപ്പിക്കണം. പാദം മുതൽക്ക് കാൽമുട്ട് വരെ ചതുഷ്കോണവും സവജ്രകവും ലം ബീജാഠ്യവും സ്വർണവർണവുമായ പൃഥ്വിയായി സ്മരിക്കണം. പിന്നീടോ അതിനു മുകളിലായി നാഭി വരെ അർദ്ധചന്ദ്രാകാരവും പത്മദ്വയ സംഹിതവും വം, ആദ്യം ലം പിന്നീട് വം ബീജയുക്തവും ശ്വേതവർണവുമായ ജലമണ്ഡലമായി സ്മരിക്കണം. നാഭി മുതൽ ഹൃദയം വരെ ത്രികോണ രൂപവും സ്വസ്തികാഞ്ചിതവും രം ബീജസഹിതവും രക്തവർണവുമായ അഗ്നി മണ്ഡലത്തെ സ്മരിക്കണം. ഹൃദയത്തിൽ നിന്ന് ഭ്രൂമധ്യം വരെ വൃത്രാകൃതിയോടും 6 ബിന്ദുക്കളോടും യം ബീജയുക്തവുമായ ധൂമ്രവർണത്തോടും കൂടിയ വായുമണ്ഡലമായി സ്മരിക്കണം കേട്ടോ. പിന്നെന്താ? പിന്നെ ഭ്രൂമധ്യം മുതൽ ബ്രഹ്മരന്ധ്രം വരെ സ്വച്ഛവും മനോഹരവുമായ ഹം ബീജയുക്തവുമായ ആകാശമണ്ഡലമായിട്ടാണ് സ്മരിക്കേണ്ടത്. ഇപ്രകാരം ഓരോ ഭൂതത്തെ സ്മരിച്ചുറപ്പിച്ചതിന് ശേഷം ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം ലയിപ്പിക്കണം. ഭൂമിയെ ജലത്തിലെ ആണ് ലയിപ്പിക്കേണ്ടത്. ജലത്തിനാണെങ്കിലോ വന്യയിലാണ് ലയിപ്പിക്കേണ്ടത്. വന്യയെ വായുവിൽ ലയിപ്പിക്കണം. വായുവിനെ ആകാശത്തിലും ലയിപ്പിക്കണം. ആകാശത്തെ അഹങ്കാരത്തിലും, അഹങ്കാരത്തെ മഹത്തത്വത്തിലും, മഹത്തത്വത്തെ പ്രകൃതിയിലും, പ്രകൃതിയെ ആത്മാവിൽ ലയിപ്പിക്കണം കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. അപ്രകാരം ശുദ്ധ ജ്ഞാനസ്വരൂപമായി തീർന്നിട്ട് പെരുവിരൽ വലിപ്പത്തിൽ കറുത്ത നിറത്തിൽ ഇടത്തെ കുക്ഷിയിൽ സ്ഥിതി ചെയ്യുന്ന പാപപുരുഷനെ പറ്റി ഓർക്കണം. ഇടത്തെ കുക്ഷിയിൽ ഒരു പാപപുരുഷനുണ്ടത്രേ. ആ പാപപുരുഷനെ സ്മരിക്കണം എന്നാണ് പറയുന്നത്. ബ്രഹ്മഹത്യാശിരസ്സോടും സ്വർണക്കവർച്ചയാകുന്ന കൈകളോടും മദ്യപാനമാകുന്ന ഹൃദയത്തോടും ഗുരുതൽപമാകുന്ന അരക്കെട്ടോടും അതിനോട് ബന്ധപ്പെട്ട കാലുകളോടും ഉപപാതകമാകുന്ന ശീർഷത്തോടു കൂടിയവനും ഒരാ വാളം പരിചയം ധരിച്ചവനും കൃഷ്ണവർണ്ണനും അധോവദനനുമായ അവനെ യം എന്ന വായുബീജത്തെ സ്മരിച്ചുകൊണ്ട് ബീജത്തിൽ നിന്നുണ്ടായ വായുവിനാൽ പൂരകം ചെയ്യണം. എന്നിട്ട് ശരീരത്തെ ചാമ്പലാക്കണം. പിന്നീട് എന്ത് ചെയ്യണം? സ്വന്തം ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന പാപപുരുഷനെ രം എന്ന വന്യ ബീജോച്ചാരണം കൊണ്ട് അഗ്നിയിൽ ദഹിപ്പിക്കണം. ഇതൊക്കെയാണ് പണി. കുംഭകം കൊണ്ട് ചെയ്ത് പിന്നീട് വായുബീജം ഉച്ചരിച്ചുകൊണ്ട് ആ പാപപുരുഷനെ പുറത്തേക്ക് തള്ളുന്നത് രേചകം. പിന്നീട് ദേഹത്തിൽ പുറത്തേക്കാക്കിയ ഭസ്മത്തെ വം എന്ന ബീജോച്ചാരണത്താൽ അമൃതം കൊണ്ട് കുഴക്കണം. ലം എന്ന ബീജം കൊണ്ട് കനകകോളം പോലെ ഉരുട്ടണം. അയ്യോ എന്നൊക്കെ അവര് പറയുന്നത്. ആകാശബീജമായ ഹം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ പിണ്ടത്തെ ദർപ്പണമായി ഭാവന ചെയ്യണം. പിന്നെന്ത് ചെയ്യണം? പിന്നെ ശിരസ് മുതൽ പാദം വരെ അതിന് മനസ്സുകൊണ്ട് അംഗങ്ങൾ സങ്കല്പിക്കണം. ശിരസ് മുതൽ ഇത് നെറ്റിത്തടം, ഇത് മൂക്ക്, ഇത് കണ്ണ്, ഇത് ചുണ്ട്, 2 ഭാഗത്തും കർണം, പിന്നെ താടി, പിന്നെ കഴുത്ത്, പിന്നെ നെഞ്ച്, ഇങ്ങനെ വയറ് പ്രകാരം ഇങ്ങനെ ഓരോന്ന് അംഗങ്ങൾ സങ്കല്പിക്കണം. പിന്നീട് ഏത് ക്രമത്തിലാണോ ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളെ ബ്രഹ്മത്തിൽ ലയിപ്പിച്ചത് അതുപോലെ തന്നെ അവയെ ബ്രഹ്മത്തിൽ നിന്ന്
സൃഷ്ടിച്ച് യഥാപൂർവം സ്ഥാപിക്കണം. പിന്നീട് എന്ത് വേണം? പിന്നീട് ബ്രഹ്മവുമായി ഐക്യം പ്രാപിച്ച ജീവനെ സോഹം എന്ന മന്ത്രത്താൽ ഹൃദയത്തിലേക്ക് ആവാഹിക്കണം. അപ്രകാരം സ്ഥാപിച്ചതിന് ശേഷം മൂലാധാര ശക്തിയെ ധ്യാനിക്കാം. രക്തമാകുന്ന കടലിൽ തോണി പോലെ വിരാജിക്കുന്ന ചെന്താമരത്താര് സ്ഥിതി ചെയ്യുന്നവളും, കരകമലങ്ങളിൽ ശൂലവും കരിമ്പിൻ വില്ലും മണിഖചിതമായ പാശവും പോരാ അങ്കുശവും പിന്നെ പഞ്ചശരങ്ങളും പിന്നെ രക്തകപാലവും വഹിക്കുന്നവളും, ത്രിനയനത്തോടും ബാലാർക്കന്റെ കാന്തിയുള്ളവളുമായ പ്രാണരൂപ ഞങ്ങൾക്ക് അത്യന്തം സുഖദായിനിയായി ഭവിക്കട്ടെ. ഇപ്രകാരം പരമാത്മസ്വരൂപിണിയ പ്രാണശക്തിയെ ധ്യാനിച്ചിട്ട് സർവാധികാര സിദ്ധിക്കായി ഭസ്മം ധരിക്കണം. വിഭൂതി ധാരണത്തിന്റെ ഫലം പിന്നീട് വിസ്തരിച്ച് പറഞ്ഞു തരാം. ഇപ്പോഴത്ര മാത്രം അറിഞ്ഞാൽ മതി. ശ്രുതിസ്മൃതി പുരാണങ്ങൾ ഭസ്മധാരണത്തെ പറ്റി വാഴ്ത്തി പറയുന്നുണ്ട് എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഭൂതശുദ്ധി പ്രകാരം എന്ന 8ാമത്തെ അധ്യായം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു. ഇനി ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് നാളെ പറയാം.